ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 2 കിലോ ചിക്കൻ്റെ മീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് അതിലേക്ക് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. അത് മാത്രമല്ല, അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് എരിവിനായിട്ട് ഒരു 2 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ പുതിനയുടെ ഇല, ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ച പേസ്റ്റാണ്. പിന്നെ അതുമാത്രമല്ല, ഒരു 1/4 കപ്പ് ഗ്രേപ്സ് വൈനും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കണം. ശരിക്കും കൈ വെച്ച് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ചിക്കൻ്റെ പീസിലേക്കൊക്കെ ശരിക്കും തിരുമ്മി പിടിപ്പിക്കാം. ഇതിൽ നമ്മൾ വിനീഗർ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഗ്രേപ്പ് വൈനാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നി ഇത് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ. അയ്യോ, എന്തുകൊണ്ട് ഞാൻ ഇത്ര നാളത് ചെയ്തില്ല എന്നോർത്ത്. പക്ഷെ അത്രയും ടേസ്റ്റായിരുന്നു. ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ചിക്കൻ കാണാൻ തന്നെ നല്ലൊരു ലുക്കും കൂടിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മളിത് ഒന്ന് ഈ വരപ്പൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ അതിൻ്റെ ആ വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു അംശമുണ്ടല്ലോ, അതൊക്കെ കണ്ട് മാറി ഇത്തിരി ഡ്രൈ ആയ പോലെയാണ് കേട്ടോ ഇപ്പോൾ ഈ ചിക്കൻ ഇരിക്കുന്നത്. അതിൻ്റെ ആ ഉള്ളിലുള്ള വെള്ളമൊക്കെ അങ്ങ് പോയി. അപ്പോൾ നമ്മളിതിന് വേണ്ടി ഒരു പാൻ വെച്ചതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിനി ഈ ചിക്കൻ ഒന്ന് നിരത്തി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാലും ഈ ചിക്കൻ്റെ ഉൾവശമൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ആ മോൾവശം അങ്ങ് കരിഞ്ഞു പോകും. ഉള്ളിലൊന്ന് അത്ര അങ്ങ് ഒന്ന് ഫ്രൈ ആയി വരില്ല. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ ഒരു കളറ് ഒരു പ്രത്യേക കളറാണ്. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ മാംസത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റും കൂടിയായിരുന്നു. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഫ്രൈക്ക് ഞാനെടുത്തിരിക്കുന്നത് ചപ്പാത്തിയും മയണൈസും ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സാലഡുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇതിന് നമ്മൾ വിനീഗറോ അതല്ലെങ്കിൽ തൈരോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. വൈൻ തന്നെ ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചിക്കൻ ഫ്രൈയുടെ കളർ സ്പെഷ്യൽ കളറാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ
ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.